ഹലോ ഫ്രണ്ട്സ്, നമുക്ക് വളരെ വേഗത്തിലൊരു മീൻ പൊള്ളിച്ചത് റെഡിയാക്കിയാലോ. ഈ ചാനൽ ആദ്യമായിട്ട് നിങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ഒരു 300-250 ഗ്രാം തൂക്കമുള്ള ഒരു അയിലയാണ് നമ്മളിന്ന് മീനായിട്ട് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പുപൊടി കൊടുക്കുന്നുണ്ട്, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടിയും, ഒരു 1/2 ടീസ്പൂൺ ഓയിലും കൂടി ചേർത്തിട്ട് നമ്മൾ മീൻ മാരിനേറ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് കേട്ടോ. അത് നന്നായി തേച്ച് പിടിപ്പിക്കുക. എന്താ പറയുക, അതിന് ശേഷം നമുക്ക് ഇത് വറക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം. പാൻ അടുപ്പത്ത് വെച്ച് പാൻ ചൂടാകുമ്പോൾ നമ്മൾ അതിലേക്ക് ഒരു 2 ടീസ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഓയിൽ ചേർക്കാം. കോക്കനട്ട് ഓയിലാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. എന്നിട്ട് അതിലേക്ക് കുറച്ച് കറി ലീവ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് മാരിനേറ്റ് ചെയ്തിട്ടുള്ള ഫിഷ് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് വേറെ ഒരു പാൻ എടുത്ത് അതിലേക്ക് 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉലുവ നമുക്ക് പൊട്ടിക്കാൻ ഇട്ട് കൊടുക്കാം കേട്ടോ. ഉലുവ ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു ടീസ്പൂൺ ജിഞ്ചറും ഒരു ടീസ്പൂൺ ഗാർലിക്കും ചെറുതായി നീളത്തിൽ അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പുറത്തെ സൈഡ് നമുക്ക് മരിഞ്ഞുണ്ടോയെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു സൈഡ് മരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണയൊക്കെ ഒന്ന് നന്നായി എല്ലാ ഭാഗത്തേക്കും ആക്കി അപ്പുറത്തെ സൈഡിലേക്ക് മറിച്ചിടാണ് കേട്ടോ. അതിന് ശേഷം നമ്മൾ നമ്മുടെ മസാലയ്ക്ക് തിരിച്ചു വരാം. അതിലേക്ക് ഒരു 2 ഓണിയൻ സ്ലൈസ് ചെയ്തതാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. നീളത്തിൽ അരിഞ്ഞത്, കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞിട്ടുള്ള സബോളയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് നന്നായി ഇളക്കി അതിൻ്റെ പച്ചമണം മാറുന്നവരെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ അതിന് മുന്നേ അത് പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ സോൾട്ടും കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് ഒരു 3 ഗ്രീൻ ചില്ലിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇത് അത്യാവശ്യം വലുപ്പമുള്ള ഗ്രീൻ ചില്ലിയാണ്. അപ്പോൾ ചെറിയ ഗ്രീൻ ചില്ലിയാണ് നിങ്ങളുടെ അവിടെ ആണെങ്കിൽ ഒരു 4 to 5 എണ്ണത്തിന് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിനൊരു പ്രത്യേക മണവും ടേസ്റ്റൊക്കെ വരും. അപ്പോൾ നമ്മൾ നന്നായി ഇളക്കി അത് മൂക്കാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇപ്പുറത്ത് നമ്മുടെ മീൻ ഒരു സൈഡും കൂടി ചെറുതായിട്ടൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്നും കൂടിയും ഒന്ന് തിരിച്ചിട്ട് അത്യാവശ്യം ഒരു വേവാവണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ മസാല ഇതൊക്കെ നന്നായി മൂത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ടീസ്പൂൺ കൊറിയാണ്ടർ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടി കൂടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അത് നമുക്ക് കാശ്മീരി മുളക് പൊടിയോ, മുളക് കൂടുതൽ വേണ്ടവർക്ക് നമുക്ക് സാധാ മുളക് പൊടി ഒരു ടീസ്പൂൺ ആഡ് ചെയ്യും. അത് നമ്മൾ കാശ്മീരി മുളകാണ് ചേർക്കുന്നത് കേട്ടോ. പിന്നെ ഒരു 2 ടീസ്പൂൺ അളവിൽ നമുക്ക് ഫിഷ് മസാലയും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മസാലകളൊക്കെ റെഡി ആവുണ്ടാവും. എന്നിട്ട് അതിൻ്റെ പച്ചമസാലയുടെ മണം മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക കേട്ടോ. അത് നന്നായി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ബാക്കി ഐറ്റംസൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് വാടി വരുമ്പോൾ നമുക്കൊരു ടൊമാറ്റോ ചെറുതായി സ്ലൈസ് ചെയ്തത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ അതൊന്ന് അതിലേക്ക് ചേർന്ന് വരുമ്പോൾ നമുക്കൊരു കുടംപുളിയുടെ പീസ് ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ല പുളിയുള്ള കുടംപുളിയാണ് ഇവിടുത്തെ, അതുകൊണ്ടാണ് ആ ഒരു പീസ് ഇട്ട് കൊടുക്കണം. നിങ്ങൾക്ക് അവിടെ അനുസരിച്ച് പുളിയുടെ അനുസരിച്ച് നിങ്ങൾക്ക് കുടംപുളി ഇട്ട് കൊടുക്കാവുന്നതാണ്. പിന്നെ അതിലേക്ക് ഒരു അര ഗ്ലാസ് ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് നന്നായി കുക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു 1/4 കപ്പ് കോക്കനട്ട് മിൽക്ക് കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ ഇത് മേടിക്കണ കോക്കനട്ട് മിൽക്കാണ് ഞാൻ യൂസ് ചെയ്യണത്. നിങ്ങൾക്ക് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ യൂസ് ചെയ്യാം. ഈ ഒരു കോക്കനട്ട് മിൽക്ക് കൂടി ചേർക്കുമ്പോൾ നമുക്ക് ഒരു പ്രത്യേക മണവും ടേസ്റ്റൊക്കെ നല്ലതാണ്. അതിന് ശേഷം അതൊന്ന് സെറ്റായ ശേഷം നമുക്ക് വാട്ടാൻ വയ്ക്കാം കേട്ടോ. നമുക്ക് ഈ ഇലയിൽ പൊള്ളിക്കണ കാരണം എല്ലാം നന്നായി വാട്ടിയതിന് ശേഷം നമുക്ക് ഈ മസാലകളും മീനൊക്കെ വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് പൊതിഞ്ഞെടുക്കാം. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 3 ടൊമാറ്റോയുടെ സ്ലൈസ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ഗാർണിഷിങ്ങിന് വേണ്ടി മാത്രമല്ല, അതിൻ്റെ ഒരു ടേസ്റ്റും കൂടി ഇറങ്ങാൻ അടിപൊളിയാണ്. അപ്പോൾ ഒരു തണ്ട് കറി ലീവ്സിൻ്റെ ഒരു തണ്ടും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നല്ല ഭംഗിയായിട്ട് പൊതിഞ്ഞ് നല്ല കെട്ടി വയ്ക്കാം കേട്ടോ. ഇതിൻ്റെ നൂലുകൊണ്ട് തന്നെയാണ് നമ്മളിത് കെട്ടി വയ്ക്കുന്നത്. എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ചൂടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു പാൻ എടുത്ത് അതിൽ കോക്കനട്ട് ഓയിൽ 2 ടീസ്പൂൺ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് നമുക്ക് ഈ കെട്ടി വെച്ചിരിക്കുന്ന മീനിൻ്റെ ഒരു പൊള്ളിക്കാൻ വേണ്ടിയിട്ട് നമുക്ക്
പാനിലേക്ക് ഇറക്കി വെക്കാം. എന്നിട്ട് മൂടി വെച്ച് ഒരു 10 മിനിറ്റ് വേവിക്കാം കേട്ടോ. ചെറു തീയിൽ നമുക്ക് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ മറിച്ചിടാം. വീണ്ടും ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ തിരിച്ച് മറിച്ചിട്ട് നന്നായി ഇലയൊക്കെ വാടിയെന്ന് കാണുമ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാവുന്നതാണ് കേട്ടോ. അടിപൊളി മണമൊക്കെ നമുക്ക് ഈ ടൈമിൽ വരുന്നതാണ്. അപ്പോൾ നമ്മുടെ വെന്ത് ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് തുറന്ന് നോക്കാം കേട്ടോ. അപ്പോൾ കട്ടിയിലൊക്കെ നന്നായി വാടിയിട്ടുണ്ട്. അപ്പോൾ ഇത് തുറന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. നിങ്ങളിത് ഉണ്ടാക്കി നോക്കി എൻ്റെ ഫീഡ്ബാക്കും കൂടി അറിയിക്കണം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.